കുട്ടികളെ, ഇന്നിവിടെ പറയാൻ പോണ കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിലേക്ക് ചില ആൾക്കാരൊക്കെ വരുമ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ കയറ്റാനോ അവരെ കാണിക്കാനോ പാടില്ല എന്ന് പറയും. അപ്പോൾ അത് നമ്മളെ ബന്ധുക്കളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ അതല്ല കേട്ടോ, നമുക്ക് അറിയാത്തവരോ അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും അത്യാവശ്യത്തിന് വരുന്ന ആൾക്കാരെ നമ്മൾ ഈ 2-3 സ്ഥലത്ത് കയറ്റാതിരിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പണികളൊക്കെ ആണെങ്കിൽ കയറ്റാം, അല്ലാതെ യാദൃച്ഛികമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നവരെ ഈ 3 സ്ഥലത്ത് കയറ്റരുത്. ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ കിടപ്പുമുറിയിൽ ഒരിക്കലും പുറമേന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരല്ലാത്തവരെ ആരും കയറ്റരുത്. അതുമാതിരി തന്നെ അടുക്കള 2, 3 നമ്മുടെ പൂജാമുറി ഇല്ലാത്തവരാണെങ്കിലും സ്വാമി വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് സ്വാമി വെച്ച സ്ഥലം കൂടി അവർക്ക് കാണിച്ചു കൊടുക്കരുത്. ഈ 3 സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പുറമേന്ന് വരുന്നവരെ കയറ്റാതിരുന്ന നമുക്ക് നല്ലതാണ്. അവർ പല ചിന്തകളോടുകൂടി വരുന്നവരായിരിക്കും. അപ്പോൾ നമ്മുടെ കിടപ്പുമുറി എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടേതായ നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഉള്ളൊരു റൂമാണ്. ആ കിടപ്പുമുറിയിൽ ഒരിക്കലും കയറ്റരുത്. അതുമാതിരി തന്നെ അടുക്കള എന്ന് പറഞ്ഞാൽ വലിയൊരു ഐശ്വര്യമുള്ള ഒരു സ്ഥലമാണ്. ഐശ്വര്യമുള്ള സ്ഥലത്ത് വേറൊരു പുറമേന്നൊരുള്ള നമുക്ക് വേണ്ടാത്തവരെ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ കയറ്റരുത്. അതുമാതിരി തന്നെ പൂജാറൂമാണ് നമ്മുടെ വീടിൻ്റെ ഹൃദയം. പൂജാറൂമും അടുക്കളയും. അപ്പോൾ ഈ പൂജാറൂമിൽ ഒരിക്കലും വേറൊരു പുറമെ ഒരാളെ കയറ്റരുത്. പല ഭവിഷ്യത്തുകളും അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.